ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇതൊരു ചെറിയ ട്രാവൽ വീഡിയോ ആണ്. വളരെ കാലത്തെ ആഗ്രഹമാണ് ഫാമിലിയോടൊപ്പം ബന്ദിപ്പൂർ, മസനഗുഡി, മുതുമലയൊക്കെ ഒന്ന് പോകണമെന്നുള്ളത്. ഞാൻ ഇതിനു മുമ്പ് ഈ റൂട്ടൊക്കെ പോയിട്ടുണ്ട്. പണ്ടത്തെ റീൽസ് ഉണ്ടല്ലോ, മസനഗുഡി വഴി ഊട്ടിയിലേക്കൊരു യാത്ര. ആ ഒരു റീൽസൊക്കെ ട്രെൻഡ് ആകുന്നതിന് മുമ്പ് തന്നെ ആ റൂട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ. അന്ന് ഞാനും എൻ്റെ ഫ്രണ്ട്സും 2 ടൂ വീലറിലാണ് പോയത്. വളരെ നല്ല മനോഹരമായ യാത്രയായിരുന്നു അത് ഞങ്ങൾക്ക് സമ്മാനിച്ചത്. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് എന്ന് തന്നെ പറയാം. ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ വീട്ടിൽ പറഞ്ഞതിന് ശേഷം വീട്ടിലുള്ള എല്ലാവർക്കും ഭയങ്കര ഒരു ആഗ്രഹം ഈ റൂട്ട് പോകണമെന്നുള്ളത്. പക്ഷേ ആഗ്രഹം മാത്രം പോരല്ലോ. എന്തായാലും ഈ റൂട്ട് പോകുമ്പം ഞങ്ങൾ ചെങ്ങന്നൂർക്കാർക്ക് അത്യാവശ്യം നല്ല ലോങ് ആണ് യാത്ര. പിന്നെ എക്സ്പെൻസും താരതമ്യേന കൂടുതലാണ് നമ്മുടെ ഇൻകം അനുസരിച്ച്. അങ്ങനെ നേരത്തെ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തു പൂജയുടെ അവധി കിട്ടുമ്പം ആ ആഗ്രഹം സാധിക്കണമെന്ന്. അതിനുവേണ്ടി ഓരോ മാസത്തെ സാലറിയിൽ നിന്നും കുറച്ച് ഫണ്ടൊക്കെ ഞങ്ങൾ മാറ്റി വെച്ചു. അതിനുവേണ്ടിയുള്ള ചെറിയ പ്രിപ്പറേഷനൊക്കെ നടത്തി. എന്നാലും അത് തികയോ ഇല്ലെന്നുള്ള കാര്യം അറിയില്ല. കാരണം ഫാമിലിയായിട്ട് പോകുമ്പോൾ കാറിൽ തന്നെ പോകണം. എന്നാൽ പിന്നെ ആ റൂട്ട് പോകുമ്പോൾ കാറായിരിക്കും നമുക്ക് എപ്പോഴും സേഫ് കേട്ടോ. കാരണം ആനിമൽസൊക്കെ എപ്പോഴും നമ്മളെ അടുത്ത് വരാനും സംടൈംസ് അത് നമ്മളെ ഉപദ്രവിക്കാനും ഒക്കെ ചാൻസ് ഉള്ളൊരു റൂട്ടാണിത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കാറിനാണ് യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ചെങ്ങന്നൂന്ന് കോട്ടയം വഴി എറണാകുളത്ത് എത്തി. എറണാകുളം വൈറ്റിലെത്തി KSRTC ബസ്സിലാണ് ഞങ്ങൾ എത്തിയത്. ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് എറണാകുളത്തു നിന്നാണ്. കാരണം എൻ്റെ അളിയനും പെങ്ങളും കുഞ്ഞും താമസിക്കുന്നത് എറണാകുളം വൈറ്റിലയിലാണ്. അത് കാരണം ഞങ്ങൾ ഇവിടെ നിന്നാണ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് രാത്രി എന്തായാലും നന്നായി കിടന്നുറങ്ങി. അടുത്ത ദിവസം വൈകിട്ട് ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. അളിയന് രാവിലെ ജോലിക്ക് കൊണ്ടുപോകണ്ടേ. മന്ത് ആയതുകൊണ്ട് പുള്ളിക്കാരന് ചെന്നേ പറ്റത്തുള്ളായിരുന്നു. അത് കാരണം പുള്ളി പോയി. ഒരു ഈവനിങ് ആയപ്പോൾ ഞാൻ പോയി വണ്ടിയുടെ എയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ തന്നെ വണ്ടി അങ്ങ് വാഷ് ചെയ്തു. ലോങ് ട്രിപ്പല്ലേ, അതുകൊണ്ട് എത്രത്തോളം എക്സ്പെൻസ് ആവുമെന്നൊന്നും അറിയില്ല. ഞങ്ങളൊരു 15,000 രൂപയാണ് ബഡ്ജറ്റ് ഇട്ടിരിക്കുന്നത്. അതിനകത്ത് കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. എന്തായാലും റിസ്ക് എടുത്തില്ല. ഞങ്ങൾ തന്നെ വണ്ടി അങ്ങ് വാഷ് ചെയ്തു. ഗ്ലാസും മിറേഴ്സും എല്ലാം നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്തു. കാരണം വിസിബിലിറ്റിക്ക് നമുക്ക് യാതൊരു പ്രോബ്ലം വരരുത്. കാരണം ഡേയും നൈറ്റും ഒരുപോലെ യാത്ര ചെയ്യേണ്ടതാണ്. ഇത്രയും ദൂരവുമുണ്ട്. എറണാകുളത്തു നിന്ന് തന്നെ ഏകദേശം 230 കിലോമീറ്റർ ഗൂഡല്ലൂർ കാണിക്കുന്നുണ്ട്. നാടുകാണി ചുരം കയറി പോകാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാപ്പ് നോക്കിയപ്പം സിംപ്ലസ്റ്റ് റൂട്ട് ഇതാണ് കാണിച്ചത്. പിന്നെ റോഡ് എത്രത്തോളം സേഫാണെന്നുള്ള കാര്യം അറിയില്ല. പോകുന്ന വഴിക്കെല്ലാം ഇനി വല്ല റോഡ് പണിയോ വല്ലതും ഉണ്ടോ ഇല്ലയോ എന്നൊന്നും യാതൊരു ഐഡിയ ഇല്ല. എന്തായാലും ആ റൂട്ട് തന്നെ പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു. വണ്ടി വരെ ഞങ്ങളുടെ അപ്പു ബേബി ഉണ്ട്. പുള്ളിക്കാരുടെ ഒഫീഷ്യൽ നെയിം ശിവനേത്ര എന്നാണ്. പിന്നെ ഫോണിൻ്റെ ഫിയസ്റ്റയിലാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടിയാണ്. ഞങ്ങളിതിനു മുമ്പ് തമിഴ്നാടൊക്കെ ഈ വണ്ടി പോയിട്ടുണ്ട്. ഇതാണ് ചേച്ചി. ഇവർ എറണാകുളത്താണ് താമസിക്കുന്നത്. ചേച്ചി, അളിയനും കുഞ്ഞും. അങ്ങനെ വലിയ ചിലവില്ലാതെ ഞങ്ങൾ തന്നെ വണ്ടി വാഷ് ചെയ്തു. പുറത്തു കൊടുത്ത് സർവീസ് ചെയ്യാൻ ആരുപ്പന്മാരാണെന്ന് വിചാരിക്കല്ലേ. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മളങ്ങനെ ചെയ്തത്. ഇതിനു മുമ്പേ നമുക്ക് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിലും സാമ്പത്തികവും സാങ്കേതികമായുള്ള പല ബുദ്ധിമുട്ടുകൾ കാരണമാണ് നമ്മൾ ഈ ഒരു ഇത് നീട്ടിക്കൊണ്ട് പോയത്. ഇപ്പോഴായാലും ഞങ്ങൾക്ക് വിഷ്വൽസൊന്നും ഷൂട്ട് ചെയ്യാൻ നല്ല ക്യാമറയോ കാര്യങ്ങളൊന്നുമില്ല. സെഡാൻ വണ്ടി ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ലഗേജെല്ലാം ബാഗിൽ തന്നെ ഇരുന്നു. കൂടുതലും ലഗേജ് ചേച്ചിയുടെ അളിയൻ്റെയാണ്. കുഞ്ഞുള്ളതുകൊണ്ട് അവർക്ക് ഇത്തിരി ലഗേജ് കൂടുതലാണ്. ഇതാണ് ചേച്ചി, ഇതാണ് അളിയൻ. പുള്ളിക്കാരനും വൈറ്റിലയിൽ പോപ്പുലർ ഹുണ്ടായിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്യാനെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ അമ്മ സുജ, പുള്ളിക്കാരി ഞങ്ങൾ അമ്മച്ചിന്നാണ് വിളിക്കുന്നത്. ഇത് വൈഫ് ആർദ്ര, ഇത് ഞങ്ങളുടെ അപ്പു ബേബി. അപ്പു ബേബി പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എവിടെ വണ്ടി കയറി കഴിഞ്ഞാൽ അപ്പം പുള്ളിക്കാരി ഉറങ്ങും. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 10:30 ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഏകദേശം 8 മണിക്കൂർ യാത്ര കാണിക്കുന്നുണ്ട് ഗൂഡല്ലൂർ വരെ. എന്തായാലും ഒറ്റ സ്ട്രെച്ച് ഞങ്ങൾ വണ്ടി ഓടിച്ച് പോകാൻ പ്ലാൻ ചെയ്യുന്നില്ല. ആദ്യം വണ്ടി എടുത്തത് ഞാനാണ്. ഞാനും അളിയനും വണ്ടി ഓടിക്കുക ഉണ്ടെങ്കിൽ പോലും നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. ഗൂഡല്ലൂർ വരെ 8 മണിക്കൂർ യാത്രയാണ് കാണിക്കുന്നത്. അതിപ്പം 10 ആയാലും 11 ആയാലും 12 ആയാലും നമുക്ക് പെയ്യെ അങ്ങ് ചെന്നാൽ മതി. വലിയ ധൃതിയൊന്നുമില്ല. ആദ്യം തന്നെ എടപ്പള്ളി ലുലുമാളിൻ്റെ ഫ്രണ്ട് വെച്ച് തന്നെ നമുക്ക് ബ്ലോക്ക് കിട്ടി. അത് പിന്നെ സർവ്വസാധാരണമാണല്ലോ. ഏത് പാതിരാത്രി വന്നാലും ഇവിടുത്തെ ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെടാൻ കുറച്ച് പാടാണ്. അങ്ങനെ ഞങ്ങൾ പെയ്യെ ബ്ലോക്കിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പെയ്യെ യാത്ര തുടങ്ങി. എന്തായാലും നമ്മൾ റെസ്റ്റൊക്കെ എടുത്ത് പെയ്യെ യാത്ര ചെയ്യുന്നുള്ളൂ. 2 പേര് ഓടിക്കാനുണ്ടെങ്കിലും ഉറക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ക്ഷീണമെല്ലാം മാറ്റിയിട്ട് എന്തായാലും മുന്നോട്ട് പോകുന്നുള്ളൂ. ടേക്ക് റെസ്റ്റ്, ഡോണ്ട് ടേക്ക് റിസ്ക്. അതാണ് നമ്മുടെ പോളിസി. വെറുതെ എന്തിനാ, നമ്മളൊരു സ്ഥലം കാണാൻ പോകല്ലേ. അടിച്ച് തല്ലി വാരിപ്പോയിട്ട് ഒരു കാര്യമില്ല. പെയ്യെ സ്ഥലമെല്ലാം കണ്ടു പോകുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ യാത്ര മുന്നോട്ട് പോകുമ്പോൾ ഉത്രാളിക്കാവിൻ്റെ ബോർഡ് കണ്ടു. അങ്ങനെ ഉത്രാളിക്കാവിൻ്റെ മുറ്റത്തെത്തി.
ഞാനിതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലുള്ളവരെല്ലാം ആദ്യമായിട്ടാണ് ഉത്രാളിക്കാവ് കാണുന്നത്. അവർ ഈ വീഡിയോയിലൊക്കെ കണ്ടുള്ള ഇതേ ഉള്ളൂ. അവരുടെ ആഗ്രഹം പോലെ തന്നെ ബാക്കിൽ കൂടെ അപ്പം തന്നെ ഒരു ട്രെയിനും പോയി. വീഡിയോയിൽ അത് എത്രത്തോളം വ്യക്തമാണെന്ന് അറിയില്ല, ഒരു പിന്നായ പോലെ കാണാം. എന്തായാലും ഞങ്ങൾ അമ്പലത്തിന് അടുത്തേക്കും പോയില്ല, കാരണം ഞങ്ങളാരും അങ്ങനെ ഫ്രഷൊന്നും അല്ലായിരുന്നു. പിന്നെ വൈകിട്ട് ഫുഡും കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അത് കാരണം അമ്പലത്തിൻ്റെ ആ ആലിൻ്റെ സൈഡിൽ നിന്ന് ദൂരെ നിന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്തായാലും ഭഗവതിയുടെ അനുഗ്രഹം മേടിച്ച് ഞങ്ങൾ പയ്യെ യാത്ര മുന്നോട്ട് തുടങ്ങി. റെസ്റ്റൊക്കെ എടുത്ത് മുന്നോട്ട് പോയി. അങ്ങനെ രാവിലെ ആയപ്പം നാടികാട് ചുരം കയറാൻ തുടങ്ങി. നാടികാട് ചുരം അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാണ് ഞങ്ങൾക്ക് ആദ്യം കിട്ടിയത്. പക്ഷേ ഒരു പകുതി കൂടുതൽ ചെന്നപ്പോഴത്തേന് റോഡ് ഭയങ്കര മോശമായി തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പിന്നെയും മുന്നോട്ട് പോയപ്പം തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ തുടങ്ങി. നമ്മുടെ ഹൈ റേഞ്ചൊക്കെ കയറുന്നതിൻ്റെ ഒരു ആംബിയൻസൊക്കെ കിട്ടി. അങ്ങനെ പോകുമ്പം നല്ല റോഡ് കിട്ടിയപ്പോൾ തന്നെ പകുതി ഒരു ആശ്വാസം വന്നു. അപ്പോൾ ബേബി ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റു. പുള്ളിക്കാരി എറണാകുളത്തു നിന്ന് തുടങ്ങിയ ഉറക്കമാണ് ഇപ്പോഴാണ് എഴുന്നേക്കുന്നത്. സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നത് നമുക്ക് കാണാം. നല്ല രാവിലെ ആയതുകൊണ്ട് റോഡുകളിലൊന്നും വലിയ തിരക്കുകളൊന്നുമില്ല. കടയൊക്കെ പയ്യെ തുറന്നു വരുന്നതേ ഉള്ളൂ. അങ്ങനെ യാത്ര ചെയ്യാൻ നേരത്താണ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഒരിടത്ത് നിർത്തിയത്. അമ്മ പയ്യെ ഇറങ്ങി ഒരു മോർണിംഗ് വാക്കൊക്കെ നടത്തി. ബാക്കി 3 പേരും വണ്ടിയിലിരുന്ന് റെസ്റ്റ് എടുപ്പാണ്. ഒരാളാണെന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് മാമിയോട് കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. മാമിയാണെന്നുണ്ടെങ്കിൽ തണുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരു പുതപ്പൊക്കെ പുതച്ചിരിക്കുന്നു. ചേച്ചിയാണെന്നുണ്ടെങ്കിൽ കാഴ്ചയൊക്കെ കണ്ട് ഭയങ്കര വൈബിലിരിക്കുകയാണ്. അവർക്കല്ലെങ്കിലും എന്നെപ്പോലെ തന്നെ യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. സത്യത്തിൽ ഞങ്ങൾ അച്ഛൻ്റെ ഭ്രാന്താണെന്ന് തോന്നുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടിയിരിക്കുന്നത്. ഏതായാലും അതുപോലെ തന്നെ ഒരു അളിയനെ ഒത്തു കിട്ടിയതിൻ്റെ ഭാഗ്യം. പിന്നെ എൻ്റെ വൈഫ്, അവർക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ കുറച്ച് നേരം ബൈക്കിലൊക്കെ ഇരിക്കുമ്പം നടുവിന് വേദന പ്രശ്നങ്ങളൊക്കെ എല്ലാ പെണ്ണുങ്ങളെ പോലും ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, എല്ലാത്തിനും ഒപ്പം എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ ഗൂഡല്ലൂർ വഴി തമിഴ്നാട് സർക്കാരിൻ്റെ അണ്ടറിലുള്ള മുതുമല ടൈഗർ റിസർവിൻ്റെ എൻട്രി പോയിൻറ്റിൻ്റെ അവിടെ എത്തി. രാവിലെ 6 മണിയാകുമ്പോഴും ഇവിടെ ഓപ്പൺ ആകത്തുള്ളൂ, കാരണം ടൈഗർ റിസർവാണ്. രാവിലെ 6 മുതൽ വൈകിട്ട് 9 മണി വരെയാണ് ഇതിലെ യാത്രാ അനുമതി. അതിനുശേഷം പെർമിറ്റുകളുള്ള വണ്ടികൾക്ക് മാത്രമേ ഇതിലെ പ്രവേശനമുള്ളെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത് മിക്കവാറും ദൂരയാത്രയൊക്കെ പോകുന്ന ബസ്സുകളും ഇവിടുത്തെ സർക്കാരിൻ്റെ ബസ്സുകളും ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. എന്തായാലും ഞങ്ങൾ മുതുമല ഫോറസ്റ്റിലേക്ക് കടന്നിരിക്കുകയാണ്. അത്യാവശ്യം നല്ല റോഡ് തന്നെയാണ് കേട്ടോ, ഡ്രൈവ് ചെയ്യാൻ പറ്റിയ റൂട്ട്. പിന്നെ വനനിയമങ്ങളൊക്കെ പാലിച്ച് വേണം ഇതിലെ യാത്ര ചെയ്യാൻ. പലയിടത്തും ഇതുപോലുള്ള ചെറിയ ചെറിയ ഹമ്പുകൾ കാണും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ആനിമൽ ക്രോസിംഗ് ഉള്ള സ്ഥലങ്ങളാണ്. എന്നാലും ബന്ദിപ്പൂരിനെ അപേക്ഷിച്ച് മുതുമലയിൽ ഈ ഒരു ഹമ്പ് വളരെ കുറവാണെന്ന് തന്നെ പറയാം. അങ്ങനെ നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് ആനിമൽ സൈറ്റിംഗ് കിട്ടുന്നത് മുതുമലക്കാട്ടിൽ നിന്ന്. അതൊരു മാൻകൂട്ടത്തെയാണ്. അത്യാവശ്യം നല്ലൊരു ഗ്യാങ്ങാണ് ഇവർ. സാധാരണ ഈ റൂട്ടിൽ പോകുമ്പോൾ നമ്മൾ മാനെ കണ്ട് മടുക്കും. ഞാൻ ഇതിന് മുമ്പേ ഇത് പോയിട്ടുള്ളത് കാരണം എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ ബാക്കി നമ്മൾ ഫസ്റ്റ് ടൈം ഈ റൂട്ട് വരുന്നവർക്ക് ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം നമ്മൾ നാട്ടിലെ പശുവിനെ ആടുകളെയൊക്കെ കാണുന്നതിനേക്കാൾ കൂടുതൽ ഈ ഒരു മേഖലയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ മാടുകളെ കാണാൻ പറ്റും. അത് പുള്ളിമാനെ കേട്ടോ, പുള്ളിമാനെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണല്ലോ. അതുപോലെ ഭംഗിയുള്ള ജീവികളാണ് ഈ മയിലുകൾ. ഇവന്മാരെ നമ്മളെ ഒരിക്കലും നിരാശപ്പെടുത്തത്തില്ല. നമ്മുടെ എല്ലാ യാത്രയിലും ഒരു ആനിമൽ സെറ്റിംഗ് കിട്ടിയില്ലെങ്കിൽ പോലും ഇവന്മാരെ നമ്മൾ ധാരാളം കാണാറുണ്ട്. പക്ഷേ ഇവിടുത്തെ മയിലുകൾക്ക് പീലി ലേശം കുറവാണ് കേട്ടോ. ഇത് ആൺമയിലുകളാണ്. അങ്ങനെ ഞങ്ങൾ ആനയും പുലിയും ഒക്കെ തപ്പി മുന്നോട്ട് പോകുമ്പം ഒരു പന്നിക്കുട്ടൻ ഞങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ പോയി. പക്ഷേ ഫോൺ എടുത്ത് വീഡിയോ ഓണാക്കിയപ്പോഴത്തേനും ആളെ കാണാനില്ല കേട്ടോ. കാടിൻ്റെ അകത്ത് എവിടെയോ മറിഞ്ഞിപ്പുണ്ട്. ചെറുതായിട്ട് അതിലെ പോകുന്ന കാണാം. പക്ഷേ വിഷ്വൽസ് അത്രയും ക്ലിയർ ആയില്ല ഞങ്ങൾക്ക്. അങ്ങനെ നോക്കി വന്നപ്പോൾ നമ്മുടെ ആദ്യത്തെ ആനയെ കണ്ടിരിക്കുകയാണ് മുതുമല ഫോറസ്റ്റ് വെച്ച്. ആൾ രാവിലെ ഭക്ഷണത്തോടെ തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു 150 കിലോയോളം ഭക്ഷണം ഇവന് ഒരു ദിവസം വേണം. അതുകൊണ്ടായിരിക്കണം രാവിലെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് പുള്ളിക്കാരൻ. അങ്ങനെ ആദ്യത്തെ ആനയൊക്കെ കണ്ട് സന്തോഷമായി ഞങ്ങൾ മസനഗുഡിക്ക് യാത്ര തിരിച്ചു. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. വണ്ടിയെല്ലാം വൺ സൈഡേ പോകുന്നുള്ളൂ. ഞാൻ മാക്സിമം റോഡിൽ തന്നെ കയറ്റിയ വണ്ടി ഓടിക്കുന്നത്. കാരണം സൈഡാനായതുകൊണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് സൈഡിലോട്ട് എടുത്തു കഴിഞ്ഞാൽ അടി തെറ്റൊന്നും ഉറപ്പാണ്. പിന്നെ മസനഗുഡി ചെന്ന് റൂം എടുക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാന്. പക്ഷേ ഇനി അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം വിളിച്ച് ചോദിച്ചിടത്തെല്ലാം റൂം ഫുള്ളാണ്. നമുക്ക് വേക്കൻ്റ് ആയിട്ടൊരു റൂമും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ മസനഗുഡി ചെന്ന് ഫ്രഷപ്പ് ചെയ്യാൻ എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കും. ഫ്രഷപ്പ് ചെയ്തിട്ട് മുതുമല സഫാരി എടുത്ത് ബന്ദിപ്പൂർ ഫോറസ്റ്റ് കയറി കുണ്ടൽപേട്ട ചെന്ന് അവിടെ
റൂം എടുക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അത് നടക്കുമെന്ന് അറിയില്ല, കാരണം മൈസൂർ ദസറ ആയതുകൊണ്ടേ. എന്തായാലും ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ.